അസൈൻമെന്റ് എഴുതിയിട്ട് സമയം നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. ഇനി രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് വേണം അടുത്തത് എഴുതി തീർക്കാൻ. സമയത്തിന് എഴുതിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പാട് പെടേണ്ടിയിരുന്നില്ല. അപ്പുറത്തെ കട്ടിലിൽ നോക്കിയപ്പോൾ മാളു അപ്പോഴും ഫോണിൽ തന്നെയാണ്. ഏതോ കള്ളകാമുകനുമായി കിന്നരച്ച് കിടക്കുകയാണ്. എടി, ലൈറ്റ് ഓഫാക്കട്ടെ, ഞാൻ ചോദിച്ചു. ആ, ആക്കിക്കോ, ഞാൻ ഇപ്പോഴേ ഉറങ്ങുന്നില്ല, മാളു പറഞ്ഞു. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നു. നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. കുറേ നേരം കഴിഞ്ഞെന്ന് തോന്നുന്നു. ആരുടെയോ ഞരക്കം കേട്ട് ഞാൻ ഉണർന്നു. ചടവിൽ ഫോൺ എടുത്ത് സമയം നോക്കി. 1 മണി ആയതേ ഉള്ളൂ. ഇതെന്താ ഈ ശബ്ദം? ഞാൻ മനസ്സിലോർത്തു. ആരോ മുരളുന്ന ശബ്ദമായിരുന്നു അത്. ഒരു പെണ്ണ്. ഞാൻ ഒന്നുകൂടെ ചെവി കൂർപ്പിച്ചു. മാളുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഞരക്കം മാത്രമല്ല, എന്തോ രഹസ്യം പറയുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, അവൾ വീഡിയോ കോളിലൂടെ ആരോടോ ചാറ്റിങ്ങുമാണ്, അതിനനുസരിച്ച കളികളും ഉണ്ടായിരുന്നു എന്ന്. അവളുടെ ഫോണിലൂടെയുള്ള ഓരോ വാക്ക് കേട്ടപ്പോഴും എൻ്റെ ശരീരമാകെ ഉണർന്നിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇവൾ ഇതൊക്കെ എങ്ങനെയാ സംസാരിക്കുന്നത് എന്ന്. പക്ഷേ എനിക്കും അതൊരു ഹരം കൊള്ളുന്നുണ്ടായിരുന്നു. എൻ്റെ നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടി. ആകെപ്പാട് വെപ്രാളം പിടിച്ചു. മാളുവിൻ്റെ സംസാരം പിന്നെയും തുടർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അപ്പുറത്ത് നിന്ന് എൻ്റെ ശരീരം സ്വന്തമായി തലോടാൻ തുടങ്ങി. എൻ്റെ ഉറക്കമെല്ലാം പോയി. കോളേജിലെ ആൺകുട്ടികളുടെ വിഗ്രഹമാണ് ശരിക്കും പറഞ്ഞ ഈ മാളു. അതിൻ്റെ പ്രധാന കാരണം അവളുടെ ഈ ശരീരവടിവ് തന്നെയായിരുന്നു. ആരെയും ആകർഷിക്കുന്ന ഒരു ശരീരവടിവ് തന്നെ. ശരിക്കും പറഞ്ഞ പെൺകുട്ടികളിൽ പോലും അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര് കണ്ടാലും ഒന്ന് അവളെ തൊട്ടു നോക്കാൻ തോന്നും. ഇപ്പൊ അതൊന്നും ആലോചിക്കാൻ സമയമില്ല. മാളുവിന്റെ സംസാരമാണ് എനിക്കിപ്പോഴുള്ള എൻ്റെ ലക്ഷ്യം. മാളു ഫോണിൽ കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ശരീരത്തെ തൊട്ടുണർത്താൻ നോക്കി. പിന്നീട് മാളുവിന്റെ ഉയർച്ചയിലുള്ള ഒരു ശബ്ദമാണ് കേട്ടത്. ഇപ്പൊ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ കുറ്റബോധം. എനിക്കിതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ശരി, നീ ഫോൺ വെച്ചിട്ട് പോ. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും വെച്ചാൽ ചെയ്തോളാം. അത് കേട്ടതും എന്തോ തോന്നിയിട്ട് ഞാൻ വേഗം സ്വിച്ച് ഓണാക്കി ലൈറ്റ് തെളിച്ചു. ഞാൻ നോക്കിയപ്പോൾ മാളു എന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടതും അവൾ വല്ലാതെയായി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്നോട് ഇതൊന്നും ആരോട് പറയരുതെന്ന് കെഞ്ചാൻ തുടങ്ങി. അല്ലെങ്കിലും ഞാൻ ഇത് ആരോട് പറയാനാ? പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഏതായാലും ഇന്നത്തെ ഉറക്കം പോയി. എങ്കിൽ പിന്നെ ഇതിൻ്റെ രസം ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ അവളോട് പറഞ്ഞു. ഇല്ല, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇതിൻ്റെ രസം നീ എനിക്ക് അറിയിച്ചു തരണം. എനിക്കിതുവരെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിനക്കെന്താ, സമ്മതമാണോ? അത്രയേ ഉള്ളൂ. ഞാൻ കരുതി നീ എല്ലാം കുളമാക്കുമെന്ന്. ഇന്ന് മുതൽ നീ എൻ്റെ ശിക്ഷ. എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ശേഷം നീ ആയിരിക്കും ഈ കോളേജിലെ ഏറ്റവും വലിയ വാണറാണിയായി വാഴുന്നത്. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, വാണറാണിയോ? അതെന്താ? അതൊക്കെയുണ്ട്. എല്ലാം നിനക്ക് വഴിയേ മനസ്സിലാകാം. ഇപ്പൊ നീ ഇങ്ങ് വാ. നിനക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു മാളു എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളുടെ കട്ടിലേക്ക് വലിച്ചു. അവൾ എന്നെ അവളുടെ മടിയിൽ പിടിച്ചിരുത്തി. എന്നിട്ട് എന്നെ മെല്ലെ തലോടി. പിന്നെന്തെല്ലാമോ അവിടെ നടന്നു. രണ്ടുപേരും ആകെ ക്ഷീണിച്ചു തളർന്നു എഴുന്നേറ്റു നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞങ്ങൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാനും മാളുവും ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് മാളുവിൻ്റെ ചോദ്യം വന്നു, എന്താടി ഇത്? ഇനി പാതിരാത്രിക്ക് ഞാൻ പോയി കുളിക്കണ്ടേ? എന്നാലും ഇത് ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായി കാണുന്നത്. മാളു അല്പ ദേഷ്യത്തോട് പറഞ്ഞു. സോറി ഡി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ എൻ്റെ ബോധം പോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു. ആ, അത് പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? മാളു ചോദിച്ചു. അത് എങ്ങനെയാടി പറയുന്നത്?
ഇത്രയും രസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചെറുത്, എൻ്റെ മൂന്നാമത്തെ ഒരു ഫൈറ്റുണ്ട്, അത് നിനക്ക് കാണണോ? അഭിമാനത്തോടെ മാളു പറഞ്ഞു. എങ്കിലടുത്തത് അത് നോക്കാം നമുക്ക്. ഞാൻ ആവേശത്തോട് പറഞ്ഞു, അയ്യടി മോളെ, ഇന്ന് ഇത്രയും മതി, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി